അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബ് നാട്ടിൽ യാത്രയിലാണ് സിനാന്. അവൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വന്നു. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല, കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം. ഇനിയും അവളെ പിരിഞ്ഞെനിക്കാൻ എനിക്കാവില്ല. അറബിയുമ്മ ചോദിച്ച ആ ഒരു വാക്ക് അതെൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. ബഷീർ, നിന്റെ മകൻ ഒരാണായിട്ട് ഇത്രയധികം സ്വന്തം ഭാര്യയെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ എന്താ ധൈര്യം കാണിക്കാതിരുന്നത്? ആ ഒരു വാക്ക് അത് വല്ലാത്തൊരു വാക്ക് തന്നെയാണ്. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അവരുടെ വീട്ടുകാർ പിടിച്ചു വലിച്ച് തല്ലിച്ചതച്ച് റോട്ടിൽ ഇടുകയായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അയ്യേ, ശരിക്കും ആ ഒരു വാക്കാണ് എനിക്ക് കൂടുതൽ ധൈര്യം തന്നത്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും വേണ്ടില്ല, എൻ്റെ പെണ്ണിനെ കൂട്ടിയേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. അതൊരു പക്ഷേ അവർ ആരും സമ്മതിക്കില്ലായിരിക്കും. അവൾ ഒരുപാട് വേദനിക്കുമായിരിക്കും, എനിക്കറിയാം. പക്ഷേ മുഹ്സിന, അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അവളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. അത് ഇനിയിപ്പോൾ ആങ്ങളെയായാലും ശരി, അമ്മായിമ്മയാണെങ്കിലും ശരി. എൻ്റെ ഉമ്മ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് കടുപ്പം കാട്ടി. പക്ഷേ വീട്ടിൽ, അവളുടെ സ്വന്തം വീട്ടിലെങ്കിലും അവൾക്ക് ആശ്വാസമുണ്ടാകുമെന്ന് പാവം ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവും. ഇല്ല, അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും അവളെ ഒരുപാട് ഉപദ്രവിക്കുക. റബ്ബേ, ആ പെണ്ണിൻ്റെ ഒരു വിധി എന്തായിരിക്കും ഇങ്ങനെയൊക്കെ? സിനാൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമായുള്ള ആ ഒരു യാത്രയിൽ തൻ്റെ പ്രിയപ്പെട്ട മുസ്സിയെ ഇങ്ങോട്ടെങ്ങനെങ്കിലും എത്തിക്കണം എന്നത് മാത്രമായിരുന്നു അവൻ്റെ ചിന്തകൾ. നാട്ടിൽ എൻ്റെ പെണ്ണ് സ്വന്തം വീട്ടിലല്ല, അതല്ലെങ്കിൽ അവരുടെ ഉറ്റവരുടെ അടുക്കലല്ല, ഏതോ ഒരു അന്യ വീട്ടിലാണ് താമസിക്കുന്നത്. അതും പരിചയമില്ലാത്ത, അയൽവാസികളല്ലാത്ത ഏതോ ഒരു സാറിൻ്റെ കൂടെ എന്നുള്ള കാര്യമൊന്നും സിനാൻ അറിയുന്നേയില്ല. തനിക്ക് പറ്റിയ അതേ രീതിയിലുള്ള ഉപദ്രവം അവളെ സംരക്ഷിച്ച ആൾക്കും ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയുന്നില്ല. അവൻ്റെ വിചാരം അവൾ എപ്പോഴും ആ ഒരു വീട്ടിലെ തടവിലായിരിക്കും എന്നതാണ്. എന്നാൽ സിനാൻ പുതിയ വീട്ടിൽ മാനേജറായി കയറിയ ആ ഒരു സമയം അവിടുത്തെ വീട്ടുകാർക്കെല്ലാം സിനാനോട് നല്ല സ്നേഹമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നാൽ ഇടയ്ക്കിടെ അറബിയുടെ മകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുവാനും പറയുവാനൊക്കെ സിനാൻ്റെ അടുത്ത് വരിക പതിവായിരുന്നു. സിനാന് ശരിക്കും ഭയമാണ്, കാരണം ഇവിടെ അങ്ങനെയൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയമുണ്ട്, കാരണം അറബി എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ. എന്നാൽ ആ കുട്ടിക്ക് അവിടെ അത്യധികം സ്വാതന്ത്ര്യമാണ്. ആ ഉമ്മക്കും ഉപ്പക്കും സിനാനോട് സംസാരിക്കുന്നതിൽ യാതൊരു വിലക്കും അവർ ഏർപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും സിനാൻ്റെ മനസ്സിൽ ഒരു ഭയമുണ്ട്. പഠിച്ച റബ്ബേ, ഇവിടെ നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ ഭയാനകമായിരിക്കും. അവരിങ്ങോട്ട് എന്തൊക്കെ തന്നെ സംസാരിക്കുവാനും പറയുവാനും വന്നാലും നമ്മൾ നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കണം. അതല്ലാതെ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെ തന്നെയായാലും വലിയൊരു പ്രശ്നം തന്നെയായി മാറും. എങ്കിലും സ്നേഹത്തോടെ ആ ഒരു പെൺകുട്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ സിനാന് കൊണ്ടുപോയി കൊടുക്കുക അത് പതിവായിരുന്നു. അവരുടെ വീട്ടുകാരോട് ചോദിച്ചിട്ട് തന്നെ. അവൻ വിചാരിക്കും, പഠിച്ചോനെ, ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ മുഹ്സിനെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷമായിരിക്കും. ഇത്രക്കും വലിയൊരു റൂമിൽ ഞാൻ തനിച്ചാണ്, അവൾ കൂടെ ഉണ്ടായാൽ വല്ലാത്ത ആശ്വാസമാണത്, വല്ലാത്തൊരു സന്തോഷമാണത്. ഇവിടെയുള്ള ആ അറബി പെണ്ണിനോടൊക്കെ അവൾക്ക് സൗഹൃദത്തിൽ കൂടാമായിരുന്നു. എന്നാൽ ആ വീട്ടിലെ ഗദ്ദാമകളുടെ സ്ഥിതി വളരെയധികം ദയനീയമായിരുന്നു. അവിടെ 2 പേരുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെയധികം എന്താ പറയുക, അത്രക്കും പുറത്തു പോവാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ജോലിയും കാര്യങ്ങളുമൊക്കെ. സുബഹിന് മുമ്പ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി തുടങ്ങി. ചില അറബികളാണെങ്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ചിലർ കുറച്ച് സമാധാനത്തിലായിരിക്കും. എങ്കിലും അവർക്കനുസരിച്ച് അവരുടെ മക്കളെയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കണം. മക്കളെയാണെങ്കിൽ ചീത്ത പറയുവാനോ ഒന്നിനും പാടില്ല, അങ്ങനെ വളർത്തണം. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഗദ്ദാമകളുടെ സ്ഥിതി വളരെയധികം മോശമാണ് എന്ന് തന്നെ പറയാം. ഒന്ന് പുറം ലോകം കാണാൻ കൊതിക്കുന്നവർ. എന്നാൽ അൽഹംദുലില്ലാ, അതിൽ നിന്നൊക്കെ എനിക്ക് തികച്ചും വ്യത്യസ്തമായിട്ടാണ് എനിക്കുള്ള അനുഭവം. എന്നോട് ഇവർക്ക് സ്നേഹമുണ്ട്, ദയയുണ്ട്. എന്നാൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴും അവർ ഫാമിലി കൂടെ ഉണ്ടാകും. വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാത്ത ജീവിതമാണ് ഇപ്പോൾ സിനാൻ നയിക്കുന്നത്.
തൻ്റെ മുഹ്സിന, അത് മാത്രമായിരുന്നു ലക്ഷ്യം. അവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇവിടെ സുഖത്തിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പടച്ച റബ്ബ് അതിനെ തുണക്കട്ടെ. പക്ഷെ അതിനു മുമ്പായിട്ട് അവളെ കണ്ടുപിടിക്കണം, അവൾ എവിടെയാണെന്ന്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറയണം, ജസീലിനെ വിളിച്ചു നോക്കണം. കാര്യം എന്തൊക്കെ തന്നെയായാലും ആ യാത്രയിൽ അതാ അപ്പോൾ തന്നെ സിനാൻ വിളിക്കുകയാണ് തൻ്റെ കൂട്ടുകാരൻ ജസീലിനെ. നാട്ടിൽ ജസീൽ. ആരാണിപ്പോൾ വിളിക്കുന്നത്? ഷോ ഈ സമയത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. എടാ സിനാനാണ്. വലൈക്കും അസ്സലാം. എവിടെടാ? സുഖല്ലേ നിനക്ക്? അൽഹംദുലില്ലാ ഇങ്ങനെ പോകുന്നു. എന്തായി ജോലി കാര്യങ്ങളൊക്കെ? വേറെ അറബി വീട്ടിലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? ഇപ്പോൾ അവിടെയാണെടാ. എന്തൊക്കെയുണ്ടെടാ എൻ്റെ വിശേഷങ്ങൾ? ഇങ്ങനെ പോകണം അൽഹംദുലില്ലാ, എല്ലാം കൊണ്ട് എനിക്ക് സുഖമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നല്ല ജോലി കാര്യങ്ങൾ, താമസ സൗകര്യം, ഫുഡെല്ലാം അടിപൊളിയാണെടാ. പിന്നെ ആഹാ അങ്ങനെയാണല്ലേ, മാഷാ അല്ലാ. എടാ പക്ഷേ ഇതിൽ നിന്നൊന്നും എനിക്ക് സന്തോഷം മുഴുവനാകുന്നില്ല. അതെന്താ? എന്തെന്ന് വെച്ചാൽ എൻ്റെ മുഹ്സിന, എടാ ഇനിയിപ്പോൾ അവളെക്കുറിച്ച് നീ ഓർക്കണോ? അതെന്താടാ? അങ്ങനെയല്ല, ഓരോരുത്തരും ഓരോന്നിങ്ങനെ പറഞ്ഞേ കേട്ടിട്ടേ. ജസീൽ എടാ പ്ലീസ് നീ അങ്ങനെ പറയരുത്. എൻ്റെ പെണ്ണൊരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതല്ലടാ, ഞാൻ നിന്നോട് പറഞ്ഞെന്ന് മാത്രം. അവളവിടെ നിൽക്കുന്നിടത്ത് നിന്നോട്ടെ. അതല്ല, അവളുടെ വീട്ടിലുണ്ടാവും, അല്ലാതെ ഇപ്പോൾ എവിടെ പോകാനാ? എടാ നീ ഒന്ന് പോയി അന്വേഷിക്കണം. നീ അന്വേഷിച്ചേ മതിയാവൂ. എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അവളിങ്ങോട്ട് ഒന്ന് സെറ്റാക്കി കയറ്റി തരണം. അല്ലാതെ എടാ നീ എന്തീ പറയുന്നത്? നിൻ്റെ അവളുടെ ബ്രദർ അതിന് സമ്മതിക്കുമോ? ഓ ഭയങ്കര സാധനം കേട്ടോ. ആദ്യമൊക്കെ നല്ല മനുഷ്യനായിരുന്നു, ഇപ്പം എന്തൊക്കെയോ ആളാകെ മാറിപ്പോയിട്ടുണ്ട്. എന്താ മാനസികം ഉണ്ടോ എനിക്ക്? അറിയില്ല. നീ എങ്ങനെയെങ്കിലും മുഹ്സിനയുടെ അടുക്കലൊന്ന് എത്തണം, അവളുടെ വീട്ടിലേക്കൊന്ന് ചെല്ലണം. ചെന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അവൾ എങ്ങനെയെങ്കിലും ഒന്ന് കേൾപ്പിക്കണം. എന്താ? അല്ലെങ്കിൽ അവളുടെ നമ്പറെങ്കിലും ഒന്ന് വാങ്ങണം. ദയവായി പ്ലീസ് നീ ഒന്ന് ചെല്ല്. എടാ ഞാൻ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിൻ്റെ ആങ്ങളെ ഒരുത്തനുണ്ടല്ലോ, അവളെ ചോദിച്ചു ഒന്നെന്നൊക്കെ പറഞ്ഞാലേ വേണ്ട. തൽക്കാലം നീ അങ്ങനെ ചെല്ലണ്ട. നീ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലേ. അല്ലാതെ എടാ ഞാനെന്ത് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം, എനിക്ക് പ്രോബ്ലം ഇല്ല. എനിക്കിപ്പോൾ എന്താ, നിനക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം. എന്താ? എടാ ശ്രദ്ധിക്കണം കേട്ടോ, എനിക്കിനിപ്പോൾ 2 അടി കൊണ്ടാലും പ്രശ്നമല്ല, ഞാൻ പോയിക്കോളാം. എൻ്റെ കൂട്ടുകാരൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അങ്ങനെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സിനാനെ വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. റബ്ബേ പഠിച്ചോനെ, ഇങ്ങനത്തെ കൂട്ടുകാരൻ എനിക്ക് തന്നല്ലോ. ഞാൻ വിളിച്ചപ്പോഴേക്കും അവൻ ഓക്കെ എന്ന് പറഞ്ഞു. പാവം, അവന് ഒരു ഉപദ്രവവും ഇല്ലാതിരിക്കട്ടെ. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിനാൻ വിളിച്ച കാര്യം നേരെ അതാ ഉമ്മയോട് പറയുന്നു. ഉമ്മ, ആ മോനെ, പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ സിനാന്, ഓനിപ്പോൾ ഗൾഫിലാണ്. ആ മോനെ, അവന് വിളിച്ചോ? സുഖമല്ലേ അവനക്ക്? എന്തോ എൻ്റെ പെണ്ണിൻ്റെയൊക്കെ വർത്താനം? ഉമ്മ, പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ അവർ ജീവിക്കാൻ സമ്മതിക്കായിട്ടല്ലേ എങ്ങനെയെങ്കിലും അവനക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി ഒന്ന് ചോദിക്കണം പറയണം എന്നൊക്കെ പറയണത്. മോനെ, പ്രശ്നം ആവില്ലല്ലോ എൻ്റെ കുട്ടി പോയതുകൊണ്ട്? എന്ത് പ്രശ്നമ്മ? ഒരു പ്രശ്നവും ആവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നമാവാൻ? കുറേ പ്രശ്നമായതല്ലേ. ഇനിയിപ്പോൾ അവനക്ക് വേണ്ടി ഞാൻ എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. മോനെ ശ്രദ്ധിക്കണം കേട്ടോ, ഒരാൾക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിച്ചു കണ്ട് നമ്മളെ പഠിച്ചോൻ കൊടുക്കൂല. ഉമ്മാൻ്റെ കുട്ടി നല്ല രീതിയിൽ പൊയ്ക്കോളി, ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അന്ന് തന്നെ അതാ ജസീൽ നേരെ മുഹ്സിനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്താണെന്നറിയില്ല, പഴയതിനേക്കാളും ഒന്നുകൂടി ധൈര്യം ലഭിച്ചതുപോലെ അവനക്ക് തോന്നി. അവൻ്റെ വീട്ടിലേക്ക് കയറി അതാ കോളിംഗ് ബെൽ അമർത്തുന്നു. ആരാണ് മോളെ? ആരാ ബെല്ലടിച്ചത്? അപ്പോഴേക്കും അതാ മുഹ്സിനയുടെ നാത്തൂനും അങ്ങോട്ട് എത്തി നോക്കി. ആരാണ്? നേരെ വാതിൽ തുറന്നു. ആരാണ്? ആ ശരി, ഇത് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നല്ലേ?
ഞാൻ സിനാൻ്റെ കൂട്ടുകാരനാണ്. സിനാൻ്റെ കൂട്ടുകാരനോ? എന്തിനിപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നത്? അത് മുസ്സിനെ ഇവിടെ, അവളൊന്ന് വിളിക്കുമോ? മുസ്സിനെ? നല്ല കോള് എത്തേണ്ടടുത്ത് എത്തിക്കുന്നില്ലേ? എങ്ങോട്ടവള് പോയത്? അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയില്ലേ? അത് എത്ര ദിവസമായി പോയിട്ട്? എന്തതിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിക്കണേ? എല്ലാവരും കെട്ടിച്ചു കഴിഞ്ഞാലേ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കല്, അല്ല സ്വന്തം വീട്ടിലല്ല. കുറേ ഇവിടെ നിന്നീലേ, അപ്പോൾ അങ്ങോട്ട് പോയിക്കണോള് എടുക്കാനുള്ളതൊക്കെ എടുത്തുകാണ്ട്. എന്നാ പോയത്? അത് കുറച്ച് ദിവസമായി. പിന്നെ മുസ്സിനാനെ ചോദിച്ച് ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ, ഇവിടെ ഓളില്ല എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോയി വാതിൽ കൊട്ടിയടച്ചുകൊണ്ട്. ഒരു നിമിഷം ജസീലിന് എന്തൊക്കെയോ തോന്നി. പഠിച്ചോനെ, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നത്? അവൾ ഉള്ളിലുണ്ടോ? അല്ല അവിടെ പോയിട്ടിപ്പോൾ എന്താ? അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്തോ ഒന്നും അറിയില്ല. ജസീൽ അവിടെ തന്നെ പരുങ്ങി നിന്നു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നൽ. അകത്ത് മുസ്സിന ഇല്ല എന്നത് എന്താ തെളിവ്? അതുമില്ല. അവൻ വീണ്ടും അതാ ബെല്ലടിക്കുന്നു. സത്യം തെളിയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവൂ. ധൈര്യപൂർവ്വമാണ് അവൻ ബെല്ലടിച്ചത്. വീണ്ടും ആ താത്ത ഓടി വന്നു. എന്താ നിങ്ങൾ ഈ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് പോകാനായില്ലേ? അവളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ജസീൽ ഞെട്ടിപ്പോയി. ഇവരൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഇവർക്കൊക്കെ എന്താ പറ്റിയത്? അതെ, നിങ്ങൾ വാതിലടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ട്. എന്ത് കാര്യം? എവിടെയാണ്? ഇവിടെ മുഹ്സിനില്ലേ? മുഹ്സിൻ ഇല്ലെങ്കിൽ വന്ന് കയറി നോക്ക്. ഇത്ര ധൈര്യമായിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടുണ്ടോ? ഇവിടുത്തെ ഉമ്മ എവിടെ? എനിക്കൊന്ന് കാണണം. ഉമ്മ ഇവിടെ ഇല്ല. പിന്നെ ഉമ്മ എവിടെ പോയി? എന്താണ് ഇവിടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണത്? ഞാൻ പോലീസിനെ വിളിക്കൂട്ടോ. അവൾ ജസീലിനെ ഭീഷണിപ്പെടുത്തുന്നു. അതല്ല, എനിക്ക് ഇവിടുത്തെ ഉമ്മയെ ഒന്ന് കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇവിടെ ഒഴിവാക്കിയ ബന്ധങ്ങളൊന്നും കയറ്റാറില്ല. സിനാൻ എന്നുള്ളൊരു വ്യക്തിയും അവരുടെ ബന്ധങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? കുറച്ച് കാര്യങ്ങളല്ലെങ്കിലും എനിക്ക് പറയാനുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ഇവിടെ കൊണ്ടുവന്ന് തന്ന ആ ഒരു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഇല്ല, അതിനെക്കുറിച്ചൊക്കെ അറിയണം. പിന്നെ പോലീസിൽ പരാതി അതൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങളൊന്ന് പോയി തരുമോ? ഇവിടുത്തെ ഉമ്മാനൊന്ന് എനിക്ക് കാണണം. ഒന്ന് കണ്ടേ മതിയാവും. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്നതാ പിന്നിൽ നിന്ന് ആരാ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ആ ഉമ്മ കയറി വരുന്നു. ആരാ? കുറേ നേരമായല്ലോ മോളെ. അതെ, ഇങ്ങളോട് പോയിക്കാണേ. നിങ്ങളെന്തിനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിക്കണത്? നാത്തൂൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ മോളേജ് ഇങ്ങനെ? ഉമ്മ അങ്ങോട്ട് കയറി പോയിക്കാണ് നിങ്ങൾ. ഇവിടെ അങ്ങനെ പലരും കണ്ണിൽ കൊണ്ടുപോലും വരുന്ന വിചാരിച്ചിക്കാണ്ടേ ഓരോട് വർത്താനം പറയാനും ഇവിടെ ഒത്തു കയറ്റാനും പറ്റൂല. അതെ, നിങ്ങൾ ദയവായി ഇറങ്ങിപ്പോയിക്കാണേ. നിങ്ങൾ ആരെയും ചോദിക്കണത്? ഉമ്മയോട് 2 വാക്ക് എനിക്ക് സംസാരിക്കാണ്ടായിരുന്നു. നിങ്ങൾ പോയി തരുമെന്ന്. പെട്ടെന്ന് അവർ വാതിൽ അതാ കൊട്ടിയടച്ചു. അവന് എന്തൊക്കെയോ ദുരൂഹതകൾ തോന്നി തുടങ്ങി. എന്താണ് അവളുടെ നാത്തൂന് ഇപ്പോൾ ഇത്രമാത്രം ദേഷ്യം പിടിച്ച് പറയാൻ? അവൾക്കൊക്കെ ഇതിൽ എന്തൊക്കെയോ പങ്കുണ്ടോ അറിയില്ല. മുഹ്സിൻ ഇവിടെ ഉണ്ടെങ്കിൽ വരേണ്ട സമയമായി. ഒരിക്കൽ കൂടി അവൾ ചോദിക്കുന്നു, മുഹ്സിൻ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് യഥാർത്ഥ സത്യം അറിയണം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കെന്താ? ഒന്ന് പോയിട്ട്, ഞാൻ പറഞ്ഞല്ലോ അവരിവിടെ ഇല്ല പോയിക്കണെന്നുള്ളത്. അവൾ ഉറക്കെ ശബ്ദിച്ചു. വരണ്ടില്ലായിരുന്നു, വല്ലാത്തൊരു സാധനമായിപ്പോയി. അവൻ നിരാശയോടെ അതാ വീട്ടിൽ നിന്നിറങ്ങി. പറഞ്ഞതെന്താ? സിനാൻ്റെ തറവാട്ടിലാണെന്നോ? അവനോട് വിളിച്ച് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. അത് അവർ നൈസായിട്ട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ആ നിമിഷം തന്നെ അതാ അവൻ സിനാന് വിളിക്കുന്നു. സിനാൻ ഡ്രൈവിങ്ങിൽ തന്നെയാണ്. പെട്ടെന്ന് തൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഓ, ജസീൽ. ഹലോ. ആ പറയടാ, എന്തായി? ഞാൻ നിൻ്റെ വൈഫ് ഹൗസിൽ പോയോ? എന്നിട്ട് അവളെ കണ്ടോ? ഇല്ല, അവൾ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അവൾ അവിടെ ഇല്ലാതെ പിന്നെ എങ്ങോട്ട് പോവാൻ? അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയെന്നാണ് അവളുടെ നാത്തൂൻ പറഞ്ഞത്. ഭർത്താവിൻ്റെ വീട്ടിലോ? എൻ്റെ വീട്ടിലോ? ബെസ്റ്റ്. ഒരിക്കലും പോയില്ലല്ലോ. അവിടെ അങ്ങനെയൊന്നുമല്ലല്ലോ. അവിടെ ഇനി ആരാ ഉള്ളത്? ഉമ്മ എന്തൊക്കെ തെറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോലീസ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടു. പിന്നെ ഇപ്പം എങ്ങനെ? മറ്റവളാണെങ്കിൽ ഷാഹിനാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയി. എന്താ ജസീല എങ്ങനെ ഒരു കളവ് പറയുന്നത്? എടാ, അങ്ങനെ എന്നോട് പറഞ്ഞത്. ആ ഉമ്മ വന്നപ്പോഴേക്കും നാത്തൂന് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞയച്ചു.
ഒരിക്കലും അവർ പറയുന്നത് യാഥാർത്ഥ്യമല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും ബെല്ലടിച്ച് ചോദിച്ചു. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ഇവിടെ ഇല്ല, അങ്ങോട്ട് അങ്ങനെ ആർക്കും കയറി നിരങ്ങാൻ പറ്റുന്ന സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ട് വിട്ടു. എടാ സത്യം എന്താണ് യഥാർത്ഥത്തിൽ? അവൾ എങ്ങോട്ട് പോകാൻ? ഹേയ്, അവൾ എങ്ങോട്ട് പോകാനും ചാൻസ് ഇല്ലല്ലോ. അവൾ ഒരിക്കലും എൻ്റെ വീട്ടിൽ അവിടെ ആരുമില്ല. എന്തൊക്കെ തന്നെയല്ലേ ഞാൻ ഉപ്പയോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ആ നിമിഷം തന്നെ അതാ ഉപ്പാക്ക് വിളിക്കുന്നു സിനാൻ. മോനാണല്ലോ വിളിക്കുന്നത്. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ടടാ, സുഖല്ലേ? അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഉപ്പ അൽഹംദുലില്ലാ റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉപ്പ, നമ്മുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ആര്? ഓളെ കാട്ടിക്കുട്ടതിൻ്റെ ഫലമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഞാൻ വിളിക്കലെന്നല്ല. അവിടെ ഇപ്പോൾ ആരുമില്ല. ആ വീടും പറമ്പും എല്ലാം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്കത് പോകേണ്ടി വരട്ടെ മിക്കവാറും. അല്ലാതെ ഇപ്പേ എൻ്റെ ഉമ്മാൻ്റെ അത്യാഗ്രഹം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു ജീവിതത്തിൽ. ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. എത്ര നല്ല വീടും സ്ഥലവും ഒക്കെ സെറ്റാക്കി ഞാൻ കൊടുത്ത് നല്ലൊരു ജീവിതമായിരുന്നു. പക്ഷേ അതൊന്നും പോരാന്ന് കരുതിയിട്ടും അവൾക്ക് ഓരോരുത്തരെ ഇടങ്ങാറാക്കിയിട്ടും പടച്ച റബ്ബായിട്ട് അവളെ നല്ലൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. എല്ലാം അനുഭവിക്കട്ടെ, ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലപ്പ, അപ്പോൾ അവിടെ ഇപ്പോൾ ആരുമില്ലേ? അവിടെ മോനെ ആരുമില്ലല്ലോ. ഇല്ലേ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? ആരപ്പം ഞാൻ അവിടെ ഉണ്ടാവാൻ? മുസ്സി അവളുടെ വീട്ടിൽ, റഷീദ് അവിടെ പോലീസുകാരെടുത്ത്, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആരുണ്ടാവാനാ? സത്യം പറഞ്ഞാൽ സിനാനെ ആകെ ടെൻഷനായിപ്പോയി. റബ്ബേ, മുഹ്സിൻ എവിടെ എന്നുള്ള കാര്യത്തിൽ സിനാനെ. ഉപ്പ എന്നാൽ ശരിയാ, വിളിക്കാം. മോന് സുഖമല്ലേ? ഉപ്പ അൽഹംദുലില്ലാ സുഖമാണ്, ഇവിടെയൊക്കെ സുഖമാണ്. പക്ഷേ മുഹ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സിനാന് വളരെയധികം വിഷമമായി തുടങ്ങി. എൻ്റെ റബ്ബേ, പടച്ച റബ്ബേ, കാത്തു രക്ഷിക്ക്. സിനാനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ സമാധാനമില്ലാത്ത ഓട്ടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ മനസ്സിനുള്ളിൽ ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർന്നടിയുമോ? സത്യം പറഞ്ഞാൽ എൻ്റെ മുഹ്സിനെ എവിടെ എന്നുള്ള കാര്യത്തിൽ അവൻക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. പഠിച്ചവനെ ആരോട് ചോദിക്കും? വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരെ അവർ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ല. അവളുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. ഉപ്പയോട് ചോദിച്ചപ്പോൾ അവിടെ ആരുമില്ല. പിന്നെ എവിടെ എൻ്റെ മുഹ്സിനെ എവിടെ? സത്യം പറഞ്ഞാൽ സിനാനെ ആകെ സങ്കടമായി തുടങ്ങി. അവൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച പോലെയായി. പഠിച്ചോനെ എന്തൊക്കെയാണ്? എനിക്കൊന്നും അറിയുന്നില്ല. വീണ്ടും ജസീലിനെ വിളിക്കുന്നു. എടാ ജസീലെ, നീ ഒന്ന് അന്വേഷിക്ക് അവളുടെ കാര്യം. അവളുടെ വീട്ടിലില്ലെങ്കിൽ എൻ്റെ തറവാട്ടിൽ ആരുമില്ല. തൽക്കാലം നീ എൻ്റെ തറവാട്ടിലൊന്ന് പോയി നോക്ക്. അങ്ങനെ അത് അപ്പോൾ തന്നെ ജസീലെ തറവാട്ടിലേക്ക് പോയി നോക്കുന്നു. ഇല്ല, അവിടെയും ആരുമില്ല. ആ വലിയ ഗേറ്റ് അടച്ച രീതിയിലാണ് അവൻ കാണുന്നത്. തുറക്കുവാൻ വേണ്ടി നോക്കി. പിന്നെ ആ ചെറിയ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. പഠിച്ചോനെ, ഇത്ര വലിയ മുറ്റവും ഇത്ര വലിയ വീടും ഇത്ര വലിയ തോട്ടങ്ങളുള്ള വിശാലമായ ഇവിടെ ഇപ്പോൾ ഒരു മനുഷ്യനുമില്ലേ? ഇനി മുഹ്സിൻ ഇവിടെ എങ്ങാനും ഒറ്റക്ക് താമസിക്കേ? ഇവിടെ ഒറ്റക്ക് താമസിക്കൽ ഒരിക്കലും അലൗഡ് അല്ല. കാരണം അത്രക്ക് വലിയ വീടും കാര്യങ്ങളും ക്യാമറ എല്ലാം ഉണ്ട്. ജസീല് അതാ അകത്തേക്ക് മുറ്റത്തിൻ്റെ 2 ഭാഗത്തേക്കുമായി നോക്കുന്നു. വീടിൻ്റെ അടുക്കള ഭാഗത്ത് ജസ്റ്റ് പോയി നോക്കി. ഇല്ല, അവിടെയും വീട് പൂട്ടിയ നിലയിലാണ്. ഫ്രണ്ടിൽ പോയപ്പോഴും അവിടെയും ആരുമില്ല. മുറ്റത്താകെ ചമ്മലുകൾ ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും വീണ് കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യപ്പാർപ്പില്ലാത്ത പോലെയാണ് ആ വീടും പരിസരവും. പഠിച്ചോനെ, എത്ര നല്ല വീട്! ഇത്രക്കും നല്ലൊരു വീടും മുറ്റും സ്ഥലവും പരിസരമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒരു കുട്ടിക്കും താമസിക്കുവാനുള്ളൊരു വിധിയില്ലല്ലോ. എത്ര നല്ല കുടുംബമായിരുന്നു. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ആദ്യം പോയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. ഉമ്മയും ഉപ്പയും അവനും പെങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഹാപ്പി ലൈഫ്. പക്ഷെ ഇപ്പോൾ എന്താ ഇവിടെ ഇത്രമാത്രം ശോകമുഖമായി കിടക്കുന്നത്? ഈ വീടിൻ്റെ സ്ഥിതിഗതികൾ ആകെ കുഴപ്പത്തിലാണല്ലോ. അപ്പോൾ തന്നെ സിനാനെ അവൻ വീഡിയോ കോൾ ചെയ്യുന്നു. എടാ സിനാൻ എങ്ങോട്ട് നോക്ക്. ആ എവിടെ? നീ വീട്ടിലെത്തിയോ? ആടാ ഞാൻ വീട്ടിലെത്തി. ഇങ്ങോട്ട് നോക്കിയേ, നിൻ്റെ വീട് പരിസരം. ഹോ പഠിച്ചവനെ, എത്ര ദിവസമായി കണ്ടിട്ട്. എന്നെ ആട്ടി പുറത്താക്കപ്പെട്ട ആ വീട്. അല്ലടാ, അവിടെ ഇപ്പോൾ ആരുമില്ലടാ. ആരുമില്ല, ആകെ അടച്ചിട്ടിരിക്കുകയാണ്.
നിൻ്റെ ഉമ്മയുടെ അത്യാഗ്രഹം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണിപ്പോൾ. അവർക്കിവിടെ താമസിക്കുവാനുള്ള യോഗമില്ല, അവർക്കെന്നല്ല ആർക്കും. അറബിയുമ്മ തന്ന ക്യാഷ് കൊണ്ടുണ്ടാക്കിയ അത്രയ്ക്കും വലിയ വീട്, ആ ഒരു മുറ്റം, ആ സ്ഥലം എല്ലാം കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുകയാണെടാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കവിടെ കുടുംബമായി താമസിക്കുവാനുള്ള യോഗം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയാടാ. നോക്കടാ, നിൻ്റെ വീടാകെ കേട് വരുന്നു കേട്ടോ. എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കങ്ങോട്ട്, അത് നിൻ്റെ ഉമ്മയുള്ള കാലത്തായിരുന്നു നിനക്ക് പ്രവേശനമില്ലാതിരുന്നത്. ഉമ്മ വരുന്നതിന് മുമ്പ് നിങ്ങളിവിടേക്ക് വരണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഉപ്പയോടൊക്കെ കാര്യം പറ. ആകെ വീടും പരിസരവും ആകെ കേടുവന്ന നിലയിൽ ഒക്കെ ആയിത്തീരും ശ്രദ്ധിക്കാഞ്ഞാൽ. സിനാനെ, നിൻ്റെയൊക്കെ കാറ് കണ്ടോ? നിൻ്റെ ഉപ്പാൻ്റെയൊക്കെ കാറ്. എന്താലേ ഇതൊക്കെ കാണുമ്പോൾ മര്യാദക്കൊന്നും മൂടിയിട്ടിട്ട് പോലുമില്ല. ആകെ മൊത്തത്തിൽ ഈ ഒരു എത്ര ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയതാ, അതുപോലെ ശ്രദ്ധിക്കുവാൻ ഒരാളില്ലാത്ത രീതിയിൽ. നീ കണ്ടോ മുഴുവനായിട്ടും? സത്യം പറഞ്ഞാൽ നിൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. നിൻ്റെ ഉമ്മ സമ്മതിക്കില്ലായിരുന്നു ഒരു വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ പോലും. ഇപ്പോൾ കണ്ടില്ലേ, ആകെ ശൂന്യമായി കിടക്കുകയാണ്. എടാ, അവിടെയൊന്നും ഇല്ലല്ലോ എൻ്റെ മൊഹസി? ഇല്ലടാ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉണ്ടെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ ഇവിടെ ഒറ്റക്കാരെ താമസിക്കുമോ? പിന്നെന്താ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്? അറിയില്ല, ചിലപ്പോൾ അവിടത്തിനുണ്ടാവും. ഒരു പക്ഷേ എൻ്റെ പെണ്ണിനെ അവിടെ പൂട്ടിയിട്ട നിലയിലായിരിക്കും, പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. സിനാൻ്റെ മനസ്സിൽ ആകപ്പാടെ വിഷമങ്ങൾ നിറഞ്ഞു. നേരെ ഉപ്പയോട് വിളിച്ചു ചോദിച്ചു, ഉപ്പ, വീട്ടിൽ മോനെ ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. മോനെ, ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്തൊക്കെ തന്നെയായാലും നീ ഏതായാലും ഇവിടെ തൽക്കാലം നിൽക്ക്. നീ ഇപ്പോൾ നാട്ടിലേക്ക് വരണ്ട. ഉപ്പ, ഞാനും വരുന്നു. മോനെ, വരാനായിട്ടില്ല. ഒരു പക്ഷേ നീ ഇപ്പോൾ വന്നാൽ അത് നല്ലതിനാവില്ല. സത്യം പറഞ്ഞാൽ മുഹ്സിനയുടെ ആങ്ങളെയൊക്കെ അവർക്ക് ഭയമായിരുന്നു. പക്ഷേ തൻ്റെ മരുമകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള കാര്യത്തിലും ഉപ്പാക്ക് മനസ്സുണ്ടായിരുന്നു. മോനെ, മുഹ്സിനയുടെ കാര്യം അവർ നമ്മൾക്ക് വിട്ടുതരുമോ ഉറപ്പില്ല. പക്ഷെ നിൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് നിനക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാം. അതല്ല, ഒരു പക്ഷെ നമ്മൾ രണ്ടുപേരും ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിക്കില്ല, അവർ ആട്ടി ഓടിക്കും എന്നല്ലാതെ. എന്നാൽ ഈ സമയം അജ്മൽ സാറിൻ്റെ വീട്ടിൽ മുഹ്സിന അവളാകെ ഭയന്നിരിക്കുകയാണ്. പഠിച്ചോനെ, എന്തു ചെയ്യും? അവരൊക്കെ ഹോസ്പിറ്റലിൽ, ഞാൻ ഈ വീട്ടിൽ തനിച്ച്. എന്നെക്കൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ടായി. അതെ, എന്നെക്കൊണ്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാവുകയാണല്ലോ റബ്ബേ. എൻ്റെ കാരണത്താൽ സിനാൻ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചു. എന്നാൽ ഇപ്പോഴിതാ അജ്മൽ സാറും. സത്യം പറഞ്ഞാൽ ആർക്കും ശല്യമാകാത്ത ഒരു ലോകത്തെ ഞാൻ ഒറ്റക്കങ്ങ് യാത്ര തിരിച്ചാലോ? അവരൊക്കെ എനിക്ക് സംരക്ഷണം നൽകുന്നത് കൊണ്ട് മാത്രമാണ് അവരെല്ലാം ഉപദ്രവം ഏൽക്കുന്നത്. തൽക്കാലം ഇവിടെ ആരുമില്ല. ഉമ്മയില്ല, അജ്മൽ സാറില്ല, ബുഷിയില്ല. ഞാൻ തനിച്ച്. അയൽവാസികളെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പോകുവാൻ മനസ്സ് വരുന്നില്ല. അവർ ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ അജ്മൽ സാറിന് മാത്രമല്ല, അത് ഈ വീട്ടുകാർക്ക് വരെ വലിയൊരു ഭീഷണിയായിരിക്കും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. പിന്നെ അതുമാത്രമല്ല, പാവം അജ്മൽ സാർ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചതാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചതാണ്. എൻ്റെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ കണ്ടെത്തി തരുവാൻ വേണ്ടി എൻ്റെ കൂടെ നിന്നയാളാണ്. എന്തൊക്കെ തന്നെയാൽ നിന്റെ ഭർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹം പോലും, അദ്ദേഹത്തിന് വരെ വലിയ രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് ഏകദേശം എനിക്ക് പിടികെട്ടി തുടങ്ങുകയാണ്. പഠിച്ചവനെ, ഞാൻ എന്ത് ചെയ്യാം? എന്നെക്കൊണ്ട് ഒരാൾക്കും ശല്യമില്ലാതാകണം. അതിന് ഞാൻ ഇവിടെ ജീവിക്കുന്നത് മാറ്റണം. ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെടണം. പക്ഷേ മിണ്ടാതെ രക്ഷപ്പെട്ടാൽ അവർക്കത് വലിയൊരു ഷോക്കായി മാറും. എന്തൊക്കെ തന്നെയായാലും ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി കിടക്കുന്ന അജ്മൽ സർ, അദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണാവോ? എനിക്കൊന്നും അറിയുന്നില്ല. എല്ലാം എൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ച അജ്മൽ സാറിനോടും കുടുംബത്തോടും ഒരു വാക്കുപോലും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം അവരോട് എനിക്ക് നന്ദിയുണ്ട്. അവരാണ് എന്നെ സംരക്ഷിച്ചത് ഇതുവരെയായിട്ട്. പക്ഷെ ഞാൻ ഇനിയും ഇവരുടെ കൂടെ നിന്നാൽ അവർക്ക് ഇതിനേക്കാളും വലിയതൊക്കെ ഏൽക്കേണ്ടി വരും. എൻ്റെ സ്വന്തം ചോരയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതെനിക്കറിയാം. അവൻ്റെ കൂട്ടുകാരും ആയിരിക്കും. എന്താണ് എന്നോട് ഇത്രയധികം വൈരാഗ്യമുള്ളത് എനിക്കറിയുന്നില്ല. നാത്തൂനടക്കം എന്നെ തള്ളി പറയുകയാണ് ഇപ്പോൾ. സ്വന്തം അനിയത്തി
ഫോൺ ചെയ്യുമ്പോൾ പോലും പറയുന്നത് അവൾ കേൾക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്കും മോശമായ രീതിയിലാണ് എന്നെ വീട്ടിൽ നിന്ന് ചിത്രീകരിക്കുന്നത്. ഒരിക്കൽ പോലും എൻ്റെ ഉപ്പയില്ലാത്ത ആ വീട്ടിലേക്ക് ഞാനിനി കയറി ചെല്ലുന്നില്ല. അഥവാ കയറി ചെന്നാൽ തന്നെ അവരെല്ലാവരും എന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു പക്ഷേ എൻ്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. എൻ്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ എന്നെ പൊന്നു പോലെ നോക്കുമായിരുന്നു, എന്നെ കൈ പിടിച്ച് കയറ്റുമായിരുന്നു എൻ്റെ പൊന്നുപ്പ. പക്ഷെ ഉപ്പയില്ലല്ലോ. ഉമ്മ അവരുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ നാത്തൂനും പഴയ പോലെയല്ല. എല്ലാവരും ഉമ്മയെയും അനിയത്തിയൊക്കെ വരച്ച വരമ്പ് നിർത്തിയ പോലെയാണ്. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒരിക്കലും ആ വീട്ടിലേക്ക് ഞാൻ ഇനി പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെന്നെ വെച്ചേക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലേക്കില്ല. ഞാൻ ഇനി എങ്ങോട്ട് പോകും റബ്ബേ, എനിക്കറിയുന്നില്ല. എന്നെ ആര് സംരക്ഷിക്കും എനിക്കും അറിയുന്നില്ല. എൻ്റെ സംരക്ഷകനായിരുന്ന അജ്മൽ സർ, അദ്ദേഹത്തിന് എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു. റബ്ബേ, പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്ക്. എന്നാൽ ഈ സമയം രണ്ട് ദിവസം കോമ സ്റ്റേജിൽ കഴിഞ്ഞിരുന്ന അജ്മൽ സർ, ഉമ്മയുടെ കരച്ചിലും വിളിച്ചിലും അജ്മൽ സാറിൻ്റെ അടുക്കൽ നിന്ന്, എൻ്റെ പൊന്നുമോനെ മന കുട്ടി ഒന്ന് കണ്ണ് തുറന്നാളി, മന കുട്ടിയില്ലാതെ എനിക്ക് ഒന്ന് കണ്ണ് തുറന്നാളിപ്പാ. ഉമ്മയുടെ കരഞ്ഞുള്ള ആ ഒരു വിളി അറിയാതെ ഉമ്മയുടെ ആ കണ്ണുനീർ മകൻ്റെ മുഖത്തെ കുറ്റി വീഴുമ്പോൾ അജ്മൽ സാർ അറിയാതെ കണ്ണുകൾ പതുക്കെ തുറക്കുന്നു. ശരിക്കും ഡോക്ടർമാർ അത് കണ്ട് സന്തോഷിച്ചു. അവർക്കതൊരു ഗുഡ് ന്യൂസ് ആയിരുന്നു. അപ്പോഴും കണ്ണു തുറന്ന ഉടനെ തന്നെ ഉമ്മ, വേദനയോടെ അവൻ വിളിക്കുന്നു. ഉമ്മ, എൻ്റെ ഉമ്മ, മോനെ, ഉമ്മ ഇവിടെ ഉണ്ടേ. ഉമ്മാൻ്റെ കുട്ടി പറയും, ഉമ്മാൻ്റെ കുട്ടി കണ്ണു തുറന്നല്ലോ. ആ ഉമ്മ മകനെ തുരുതുരെ ചുംബിക്കുന്നു. ഉമ്മ ഇവിടെ ഉണ്ടേ, എൻ്റെ കുട്ടീൻ്റെ അടുത്തുണ്ട്. എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഒന്നുമില്ലമ്മ, അത് ചെറുതായിട്ടൊന്ന്. ഒരിക്കലും അവനെ ആരൊക്കെയോ ഉപദ്രവിച്ചതായിട്ടൊന്നും അവൻ പറഞ്ഞതേയില്ല. ഉമ്മ, ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതോ മോനെ, ഉമ്മാൻ്റെ കുട്ടി കണ്ണു തുറന്നല്ലോ. ഉമ്മ, മുഹ്സ എവിടെ? മുഹ്സിന മോനെ, അവൾ വീട്ടിലുണ്ട്. ഒറ്റയ്ക്കാണോ? ഉമ്മ, അവളെ സംരക്ഷിക്കണം കേട്ടോ, അവൾ നല്ലപോലെ നോക്കണം. എന്താ എൻ്റെ കുട്ടി അങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉമ്മ, അവളുടെ ഭർത്താവ് സിനാൻ്റെ കൈകളിൽ അവളെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. അത് പാലിക്കണം എനിക്ക്. അല്ലാതെ എന്നെ മരണത്തിന് വിട്ടു കൊടുക്കരുതെന്ന് ഉമ്മ പ്രാർത്ഥിക്കണം. മോനെ, ഉമ്മൻ്റെ കുട്ടി എന്താ പറയണത്? അതൊക്കെ ശരിയാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉമ്മ, എനിക്ക് വാക്ക് പാലിച്ചേ മതിയാവൂ. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. ഉമ്മൻ്റെ കുട്ടി ഇങ്ങനെ പറയല്ലേ. പോകാനൊന്നും ആയിട്ടില്ല. ഉമ്മ പോയിട്ടില്ല, എൻ്റെ മോൻ പോകാൻ പാടുള്ളൂ. അതിന് മുമ്പ് പോവരുതല്ലോ. ഉമ്മ, എനിക്ക് വാക്ക് തരണം. മുസിയെ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടാക്കരുത്, വിഷമിപ്പിക്കരുത് എന്ന്. എന്താ മോനെ നീ പറയുന്നത്? എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ആ പെണ്ണിനെ ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്തും? എൻ്റെ ബുഷിയെ പോലെയല്ല, അതിനേക്കാളും സ്നേഹത്തോട് ഞാൻ അവളെ നോക്കും, എൻ്റെ സ്വന്തം മോളെ പോലെ. എന്താ നിനക്ക് ബേജാറുണ്ടോ? ഇല്ലമ്മ, എൻ്റെ ഉമ്മ നോക്കൂ, എനിക്കറിയാലോ, എനിക്കറിയാം. എന്നാലും ഉമ്മ, എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ. അവൻ്റെ കൈകളിൽ അവളെ ഏൽപ്പിക്കുന്നവരെ എനിക്ക് വിശ്രമമില്ലായിരുന്നു. എന്തൊക്കെയാണ് വിചാരിച്ചിരുന്നു ഞാൻ. എന്ത് മോനെ വിചാരിച്ചത്? ഉമ്മ, എങ്ങനെങ്കിലും പാസ്പോർട്ട് അവൾക്കുണ്ടെന്ന് അവൾ പറഞ്ഞു. അതൊക്കെ ഇട്ടൊന്ന് പോകണം, ഒരു വിസിറ്റിങ്ങിനെങ്കിലും. എന്നിട്ട് അവിടെ സൗദി അറേബ്യയിലോ എവിടെയാണെന്ന് വെച്ചാൽ അവനെ കണ്ടുപിടിച്ച് ആരോടെങ്കിലൊക്കെ ചോദിച്ച്, അങ്ങനെയൊക്കെയായിരുന്നു അവൻ്റെ പ്ലാനിങ് എന്ന് അവൻ പറയുന്നു. പക്ഷെ നാട്ടിലാണോ സൗദിയിലാണോ അല്ലെങ്കിൽ ദുബായിലാണോ ഒന്നും കറക്റ്റ് ഐഡിയ ഇല്ല. എന്തൊക്കെ തന്നെയായാലും അതാ സിനാൻ്റെ കൂട്ടുകാരനെ ആദ്യം കണ്ടുപിടിച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസുമെല്ലാം അറിഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. മോനെ, ഉമ്മാൻ്റെ കുട്ടി സുഖമായിട്ട് നമുക്ക് എന്താ ചെയ്യുക? ഉമ്മ, അവളോട് പറയണം എങ്ങനെയെങ്കിലും അവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുന്നു. അതുവരേക്കും എനിക്ക് വിശ്രമമില്ല പറയണം. അവളെ നമ്മൾ ചതിക്കാൻ പാടില്ല ഒരിക്കലും. ഞാൻ കൊടുത്ത വാക്കാണത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മ പറഞ്ഞ്, മോനെ കരയണ്ട, ഉമ്മാൻ്റെ കുട്ടീൻ്റെ ആഗ്രഹം പടച്ച റബ്ബ് സാധിപ്പിച്ചു തരട്ടെ. അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ. എൻ്റെ കുട്ടിയുടെ മനസ്സിൽ അതായിരുന്നു ഉദ്ദേശമെങ്കിൽ പടച്ച റബ്ബ് വൈകാതെ തന്നെ അത് സാധിപ്പിക്കും. മോൻ
വിചാരിച്ച പോലെ മുഹ്സിനയുടെ ഭർത്താവുമായി അവൾ ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് കൺകുളിർക്കെ കാണണം ഇൻഷാ അല്ലാ. പെട്ടെന്ന് നേഴ്സ് അങ്ങോട്ട് വന്നു, ഷിഫ നേഴ്സ്. ആ ഉമ്മ, എൻ്റെ ഡ്യൂട്ടി ഉച്ച മുതലാണ്. അപ്പോൾ ഡോക്ടർ സാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആ പേഷ്യൻ്റ് കണ്ണു തുറന്ന് സംസാരിക്കുന്നുണ്ടെന്ന്. എന്തായാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ, വല്ലാത്തൊരു സന്തോഷം കേട്ടോ. എന്തെന്നറിയില്ല, ഞാൻ വളരെയധികം ഹാപ്പിയിലാണ്. നേരിയതാ സിസ്റ്റർ സാറിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. ഹലോ അജ്മൽ. അജ്മൽ അജ്മൽ പതുക്കെ കണ്ണു തുറന്നു നഴ്സിനെ നോക്കി. ഓക്കെ അല്ലേ? ആക്റ്റീവ് അല്ലേ? എല്ലാം ഓർമ്മയില്ലേ? കണ്ണു തുറന്ന് ഉമ്മയൊക്കെ കണ്ട് സന്തോഷമായില്ലേ? സന്തോഷമായി. ഇനി അങ്ങ് ആക്റ്റീവ് ആയിക്കോളും. പിന്നെ ഉമ്മ ഇടയ്ക്കിടെ സംസാരിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക, ഒക്കെ റെഡി ആവും കേട്ടോ. അജ്മൽ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ കാലിലും കൈനൊക്കെയുള്ള പ്രശ്നമേ ഉള്ളൂ, തലയ്ക്ക് യാതൊരു രീതിയിലുള്ള പ്രോബ്ലംസും ഇല്ല അല്ലേ? ഒക്കെ ഓക്കെ ആയി. ഏതായാലും 2 ദിവസം കോമ സ്റ്റേജിലായിരുന്നു, ഇപ്പോൾ ഒക്കെ ക്ലിയറായി. പിന്നെ നമ്മൾ സാറെന്ന് വെച്ചാലേ ഭയങ്കര അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാം കൂടി ആകുമ്പോഴേ ഏതൊരു പേഷ്യൻറ്റും ഓട്ടോമാറ്റിക്കലി ഉണരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്കാണത്. അതെ സിസ്റ്ററെ, ഇങ്ങളെ സ്വഭാവം വർത്താനം കേട്ടാൽ തന്നെ എല്ലാവരും അസുഖം പൗതി മാറും. ഉമ്മയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് സത്യം പറഞ്ഞാൽ ഷിഫ സിസ്റ്റർക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. ഉമ്മ, നിങ്ങളെപ്പോലുള്ള വാക്ക് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ലത്. പിന്നെ അജ്മൽ സാറിനെ നല്ല രീതിയിൽ ഇനി നോക്കണം, ശ്രദ്ധിക്കണം. സിസ്റ്ററെ, ഇനി നിങ്ങൾ അങ്ങനെ പോകില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടിക്കുള്ള പൈസ ഞാൻ തരാം. അതൊന്നും വേണ്ട. അല്ലേ, എൻ്റെ കുട്ടീനെ ഒന്നും കൂടി ഇങ്ങോട്ട് ആക്റ്റീവ് ആക്കി എടുക്കാനേ. അജ്മൽ സാറിന് തലക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കാര്യമായിട്ട് ചെറുതായിട്ടുള്ളതൊക്കെ റെഡി ആയി തുടങ്ങുന്നുണ്ട്. പിന്നെ കയ്യിനും കാലിനൊക്കെയുള്ള ചെറിയ പരിക്ക് കാര്യങ്ങളേ ഉള്ളൂ, അതൊക്കെ ഇപ്പോൾ റെഡി ആവില്ലേ. ആ കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. സന്തോഷത്തോടു കൂടിയുള്ള ഷിഫ നഴ്സിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മ ഒരു നിമിഷം അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. പഠിച്ച റബ്ബേ, കാത്തു രക്ഷിക്കല്ല, എല്ലാം പെട്ടെന്ന് സലാമത്താക്കണേ അല്ലാ. ഉമ്മ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അജ്മൽ സാറിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മുഹ്സിന, അതെ, അവളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം, അതുമാത്രമാണ് എൻ്റെ ചിന്ത. അവൾ എന്നോട് കരഞ്ഞ് പറഞ്ഞൊരേ ഒരു കാര്യം അത് മാത്രമായിരുന്നു. സാറേ, എനിക്കെൻ്റെ ഭർത്താവ് സിനാൻ്റെ അടുക്കൽ നിന്ന് എത്തിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അവളുടെ മുഖമായിരുന്നു അജ്മൽ സാറിൻ്റെ മനസ്സിൽ. അത് എങ്ങനെയെങ്കിലും സാക്ഷാത്കരിക്കാതെ പഠിച്ച റബ്ബേ, നീ എന്നെ കൊണ്ടുപോകല്ലേ എന്നാണ് അജ്മൽ സാർ അപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.